നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ്. പ്രോട്ടോകോൾസ് എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് പ്രോട്ടോകോൾസ് എന്ന് വെച്ചാൽ? റൂൾസ്. റൂൾസ് അല്ലേ? അതായത് നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മുടെ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോട്ടോകോളിന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, ഹൗ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്, വെൻ ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ഓക്കെ, അപ്പം ഈ ഒരു റൂൾസ്, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുള്ള ആ റൂൾസ് ആണ് നമ്മുടെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും വരുന്നത് എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ് കാണും അല്ലെ? ഒരു മെസ്സേജ് കാണും, പിന്നെ അതുപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കാണും. ആ മെസ്സേജിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ കാണും. പിന്നെ അതുപോലെ എന്ത് കാണും? ഒരു ഡിഫറെന്റ് പ്രോട്ടോകോൾസ് കാണും. പിന്നെ ഒരു സെൻഡർ കാണും, ഒരു റിസീവർ കാണും. ഇത്രയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷന് ബേസ് ആയിട്ട് വേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത് അല്ലെ? ഒരു സെൻഡർ, മെസ്സേജ് അയക്കുന്ന ആള്, റിസീവ് ചെയ്യുന്ന ഒരു റിസീവർ, പിന്നെ മെസ്സേജ് എന്താണോ ആ ഒരു മെസ്സേജ്, ആ മെസ്സേജ് പോകുന്ന ആ ഒരു മീഡിയം, കമ്മ്യൂണിക്കേഷൻ ചാനല്, പിന്നെ എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന സെറ്റ് ഓഫ് റൂൾസ്. ഇങ്ങനെയാണ് നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രോട്ടോകോൾസ് ആണ് മെയിൻ ആയിട്ടും എങ്ങനെ നെറ്റ്വർക്കിൽ കൂടെ കടന്നു പോകുന്ന ഡാറ്റ എങ്ങനെ ഫോർമാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ കംപ്രസ് ചെയ്യണം, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാന്, പിന്നെ കണക്ഷൻസ് ഏത് ടൈപ്പ് കണക്ഷൻസ് ആണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ കറക്റ്റ് ആയിട്ട് ഡാറ്റകൾ പോകുന്നത് ഡെസ്റ്റിനേഷനിൽ, ഒരു സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് ഡാറ്റകൾ കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ സഹായിക്കാൻ ഈ പ്രോട്ടോകോൾസിന് പറ്റും. മെയിൻ ആയിട്ടും നമ്മുടെ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നത് പാക്കറ്റ് സ്വിച്ച് ടെക്നിക്സ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? മെസ്സേജുകളെ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും പാക്കറ്റുകളായിട്ടാണ്, ഡാറ്റ പാക്കറ്റ്സ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെസ്സേജ് അക്നോളജ്മെന്റ്, അതായത് മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടുക, പിന്നെ ഡാറ്റയെ നേരത്തെ പറഞ്ഞ പോലെ കംപ്രസ് ചെയ്യുക, പിന്നെ ഹൈ പെർഫോമൻസ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ തരാനൊക്കെ ഈ പ്രോട്ടോകോൾസിന് സാധിക്കുന്നു. ക്ലിയർ? ഇനി ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ഒരു ഫിസിക്കൽ കേബിൾ, നമ്മൾ പറഞ്ഞ പോലെ ഒരു കേബിൾ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയം വേണം. പിന്നെ മീഡിയത്തിൽ കൂടെ എത്ര ബിറ്റ്സ് ഓഫ് ഡേറ്റ കടന്നു പോകുന്നു, അതുപോലെ എങ്ങനെ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഏത് ടോപ്പോളജി യൂസ് ചെയ്യണം, എത്ര വോളിയം ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അതുപോലെ നമ്മൾ മെസ്സേജ് ഡെലിവറി ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണോ എന്നൊക്കെ ഉള്ളത് എൻഷുർ ചെയ്യുന്നതാണ് ഈ പ്രോട്ടോകോളിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് പ്രോട്ടോകോൾസ്, നമുക്ക് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പറയുന്നതാണ് TCP/IP. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. ഇതൊരു ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് ആണ്. അതായത് TCP/IP എന്നാണ് നമ്മൾ ആ പ്രോട്ടോകോളിനെ അറിയപ്പെടുന്നത്. അപ്പം ഈ TCP/IP പ്രോട്ടോകോൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള നെറ്റ്വർക്ക് ഡിവൈസസിനെ ലോക്കൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുക, ഇന്റർനെറ്റ് വഴി ലോക്കൽ നെറ്റ്വർക്കുകളുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർനെറ്റിലോട്ട് കണക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് TCP/IP. നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ട്രാൻസ്മിഷന് സഹായിക്കുന്ന ഒരു ഡേറ്റ ട്രാൻസ്മിഷന് സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ സ്യൂട്ട് ആണ് TCP/IP എന്ന് പറയുന്നത്. ഈ TCP/IPയിൽ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഡേറ്റ ഫോർമാറ്റ് ചെയ്യണം, എങ്ങനെ അഡ്രസ് ചെയ്യണം, എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, എങ്ങനെ റൂട്ട് ചെയ്യണം, എങ്ങനെയാണ് ഡേറ്റ റിസീവർ സൈഡിൽ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം TCP/IP നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു. ഇപ്പൊ TCP/IPയിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്, നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റയെ പാക്കറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ? അപ്പം വരുന്ന ഡാറ്റയെ മെയിൻ ആയിട്ടും ചെറിയ പാക്കറ്റ്സ് ആയിട്ട്, സ്മോൾ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാക്കറ്റ്സിനെയും TCP എന്ത് ചെയ്യുന്നു? സെൻഡ് ചെയ്യുന്നു, മീഡിയത്തിൽ കൂടെ സെൻഡ് ചെയ്ത് വിടുന്നു. TCP ആദ്യമേ ഒരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ ആ ഡാറ്റയെ ചെറിയ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാക്കറ്റ്സിനെ എന്ത് ചെയ്യുന്നു?
ഇങ്ങനെ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പാക്കറ്റ്സിനെ നെറ്റ്വർക്കിലെ ഓരോ റൂട്ടറുകൾ വഴി പാക്കറ്റ്സ് പല സെൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ TCP എന്ത് ചെയ്യുന്നു, റിസീവർ സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റ്സിനെയൊക്കെ റീഅസംബിൾ ചെയ്യുവാണ് ചെയ്യുന്നത്. മീൻസ് എന്താണ്, ഈ പാക്കറ്റിനെയൊക്കെ ഒറിജിനൽ മെസ്സേജ് ആക്കി മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പം സപ്പോസ് എന്തെങ്കിലും ഒരു എറർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ്സിൽ എന്തെങ്കിലും എററുകൾ കണ്ടു കഴിഞ്ഞാൽ TCP എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നു. ഒന്നും കൂടി ട്രാൻസ്മിഷൻ നടത്തണം എന്ന്, ആ പാക്കറ്റ്സിനെ ഒന്നും കൂടി ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് അവരെന്ത് ചെയ്യുന്നു, ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇപ്പം അഥവാ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ഈ TCP മെസ്സേജ് ഈ പാക്കറ്റുകളെല്ലാം കൂടി ഒന്നിച്ച് ഒറിജിനൽ മെസ്സേജ് ആക്കി റിസീവറിന് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം TCPയുടെ ജോലിയാണ് മെയിനായിട്ടും പാക്കറ്റ്സിനെ അസംബിൾ ചെയ്യുക, റീഅസംബിൾ ചെയ്യുക എന്നുള്ളത്. ഇനി ഈ പാക്കറ്റ്സിനെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക, പല റൂട്ടറുകൾ വഴി ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്ന ജോലിയാണ് നമ്മുടെ IP ചെയ്യുന്നത്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അപ്പൊ ഇന്റർനെറ്റ് പ്രോട്ടോകോളിന്റെ ജോലിയാണ് കറക്റ്റ് മെസ്സേജിനെ പല റൂട്ട്സ് കൂടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്നുള്ളത് IP-യുടെ ജോലിയാണ്, IP ആണ് ചെയ്യുന്നത്. ഈ TCP എന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു കണക്ഷൻ ഓറിയന്റഡ് ആണ്. അതായത് കമ്മ്യൂണിക്കേഷന് മുന്നേ ആയിട്ട് അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ അതുപോലെ ഒരു 32 ബിറ്റ് അഡ്രസ്സിംഗ് സ്കീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. TCP-യുടെ സബ് പ്രോട്ടോകോൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്രോട്ടോകോൾസ് ആണ് HTTP, FTP, DNS എന്നൊക്കെ പറഞ്ഞ പ്രോട്ടോകോൾസ് ഉണ്ട്. ഓരോന്നും എന്താണെന്നുള്ളത് പറയാം. അപ്പം ഇതൊക്കെയാണ് TCP IP എന്ന് പറയുന്ന പ്രോട്ടോകോൾ സ്യൂട്ടിനെ പറ്റി ഉള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലേ, IP അഡ്രസ് എന്ന് കേട്ടിട്ടുണ്ട്. IP അഡ്രസ് എന്താന്ന് നമുക്ക് പറയാം. IP പ്രോട്ടോകോൾ മെയിൻ ആയിട്ടും നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പാക്കറ്റുകളെ എത്തിക്കാനായിട്ട്, കറക്റ്റ് പാക്കറ്റുകളെ ആ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, റൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പാക്കറ്റ്സിനെ അഡ്രസ് ചെയ്യുന്നു. കറക്റ്റ് എത്തിക്കണമെങ്കിൽ അവിടെ അഡ്രസ്സിങ് നടക്കുമല്ലോ. അപ്പം അഡ്രസ്സിങ് ചെയ്യാൻ നേരത്ത് ഓരോ പാക്കറ്റിന്റെ അകത്തും എന്ത് കാണും, ഒരു സോഴ്സ് അഡ്രസ്സും കാണും, ഒരു ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കാണും. ഈ IP പ്രോട്ടോകോളിനെ നമുക്ക് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് ഓർ ഇന്റർനെറ്റ് അഡ്രസ് എന്നൊക്കെ പറയും. ഓക്കെ. പിന്നെ ഓരോ പാക്കറ്റും സോഴ്സിന്റെ IP അഡ്രസ്സും കാണും, ഓരോ പാക്കറ്റിൽ ഡെസ്റ്റിനേഷന്റെയും IP അഡ്രസ്സ് കാണും. അപ്പൊ IP അഡ്രസ്സിന് വേറെ വേർഷൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ് UDP. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ. UDP/IP എന്നാണ് ആ ഒരു പ്രോട്ടോകോൾ സ്യൂട്ടിനും പറയുന്നത്. അപ്പം UDP-യുടെ ഫുൾ ഫോം യൂസർ ഡേറ്റാഗ്രാം പ്രോട്ടോകോൾ ആണ്. ഇവര് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഇവിടെ മെയിൻ ആയിട്ടും ഡാറ്റയെ ചെറിയ പാക്കറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ പാക്കറ്റിനെയും നമ്മൾ ഡാറ്റാഗ്രാം പാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഡാറ്റാഗ്രാം പാക്കറ്റ്സിനെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ നമ്മൾ രണ്ട് മോഡൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യും, TCP മോഡലും OSI മോഡലും. ഓക്കെ. അപ്പം ഈ OSI മോഡലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡേറ്റ പാക്കറ്റുകളെ ഡാറ്റാഗ്രാം പാക്കറ്റ്സ് ആയിട്ടാണ് പോകുന്നത്. ഡാറ്റാഗ്രാം പാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഈ UDPയും TCPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും TCP ഒരു കണക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അതേസമയം UDPയുടെ കേസിൽ എന്താന്ന് വെച്ചാൽ അതൊരു കണക്ഷൻലെസ് ആണ്. അതായത് അവിടെ നമുക്കിപ്പം ഡാറ്റകളെ സെൻഡ് ചെയ്യും, ഡാറ്റാഗ്രാം പാക്കറ്റ്സ് ആയിട്ട് പോകും, പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. അതായത് ചുമ്മാ പാക്കറ്റ്സ്, അവിടെ കണക്ഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. പാക്കറ്റ്സ് ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും, ഡെസ്റ്റിനേഷനിൽ എത്തുവാണ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ അയക്കുന്ന ഓർഡർ തന്നെ എത്തണമെന്നില്ല, പല ഓർഡറിലൊക്കെ ആയിരിക്കും എത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറപ്പൊന്നുമില്ല, അതായത് എല്ലാ പാക്കറ്റുകളും അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പിന്നെ നേരത്തെ TCP-യിലെ പോലെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കത്തില്ലേ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി അയക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലുള്ള റിക്വസ്റ്റുകളൊന്നും ഈ പറയുന്ന UDP-യിൽ ഇല്ല. ഓക്കെ. UDP പ്രോട്ടോകോൾസ് അങ്ങനെ സഹായിക്കത്തില്ല. അപ്പൊ മെയിൻ ആയിട്ടും ഈ നമ്മുടെ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും UDP വന്നെങ്കിലും നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന TCP തന്നെയാണ്. അതായത് TCP/IP മോഡലാണ് പലയിടത്തും യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ടാണ് OSI മോഡൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന TCP ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ.
നെക്സ്റ്റ് പ്രോട്ടോകോൾ ആണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. കേട്ടിട്ടുണ്ടോ? FTP ഇത്തവണയും കൂടി ഏതോ എക്സാമിന് നമുക്ക് ഫുൾ ഫോം ചോദിച്ചാൽ FTPയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും സഹായിക്കുന്നത്? ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലേ? അതായത് നമുക്ക് ഫയലുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ വെബ്സൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അതൊരു ആ വെബ്സൈറ്റ് ഇന്റർനെറ്റിലുള്ള എല്ലാവർക്കും അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വെബ്സൈറ്റിനെ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പൊ വെബ് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും സെർവറിൽ കൊണ്ടിടണം. അപ്പൊ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയലുകൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്? ഈ സെർവറിൽ കൊണ്ടുവന്ന് ഇടുക ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫയൽ ട്രാൻസ്ഫർ മീൻസ് FTP സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഫയലുകളെ നമ്മുടെ എന്താണ് വെബ് സെർവറിലോട്ടെല്ലാം എന്താണ് അപ്ലോഡ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഫയലുകളെ അപ്ലോഡ് ചെയ്യാനൊക്കെ, വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ, പിന്നെ അതുപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് ഫയലുകൾ PC-യിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ, PC-യിൽ നിന്ന് ഫയലുകൾ വെബ്സൈറ്റിലോട്ട് വെബ് സെർവർ ഇന്റർനെറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ, ഇതിനൊക്കെ FTP നമ്മളെ സഹായിക്കും. ഓക്കെ, ഈ FTPയുടെ പോർട്ട് നമ്പർ ഓരോ എന്താണ് പ്രോട്ടോകോളിനും ഒരു പോർട്ട് നമ്പർ ഉണ്ട്. പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, സോഫ്റ്റ്വെയർ പോർട്ടും ഉണ്ട്, ഹാർഡ്വെയർ പോർട്ടും ഉണ്ട് അല്ലേ? അപ്പൊ ഒരു ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എന്താണ്? ഒരു ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുമ്പം കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെങ്കിൽ ഒരു ഫോണിന്റെ ഹാർഡ്വെയർ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന അല്ലേ? നമ്മുടെ ചാർജറൊക്കെ കുത്തുന്ന പോർട്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിലാണെങ്കിൽ പെൻഡ്രൈവ് കുത്തുന്ന പോർട്ട്, അതുപോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ അകത്ത് സോഫ്റ്റ്വെയർ പോർട്ടുകളുണ്ട് അല്ലേ? അപ്പൊ സോഫ്റ്റ്വെയർ പോർട്ടുകൾ വഴിയാണ് നമുക്ക് ഈ പറയുന്ന ഓരോ സർവീസുകളും ചെയ്യാൻ പറ്റുന്നത്. HTTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോർട്ട് നമ്പർ 21 എന്ന് പറയുന്ന പോർട്ട് നമ്പർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എക്സാമിന് എല്ലാം ഇപ്പം കഴിഞ്ഞ മിക്ക കമ്പ്യൂട്ടർ റിലേറ്റഡ് എക്സാംസിനും ഈ പോർട്ട് നമ്പർ ഷുവർ ആയിട്ടും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രൈഡ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, പ്രോഗ്രാമർ, ഇതിലെല്ലാം പോർട്ട് നമ്പർ ഷുവർ ആയിട്ടും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് ഇനിയും നമ്മുടെ എക്സാമിന് നമ്മളിത് പ്രതീക്ഷിക്കണം. ഓക്കെ, എല്ലാ പോർട്ടുകളുടെയും അത് ഇപ്പൊ FTP ആണെങ്കിൽ അതിന്റെ പോർട്ട് നമ്പർ എത്ര ആണ്, പിന്നെ അതുപോലെ HTTP, ടെൽനെറ്റ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന് ചോദിച്ച പോർട്ട് നമ്പർ ടെൽനെറ്റിന്റെ ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ഏതായിരുന്നു? SMTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളിന്റെ പോർട്ട് നമ്പർ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ നേരത്തെ ഈ പോർട്ട് നമ്പറും ആ പ്രോട്ടോകോളും കൂടി എഴുതി പ്രത്യേകം വെച്ച് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പൊ നമ്മുടെ FTP എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? പോർട്ട് നമ്പർ 21 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 21ഉം 20യും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് 21 FTPക്ക് 20യും വരാം, 21ഉം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഒരു FTP ക്ലയന്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് ഫയൽസില്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP ഒക്കെ FTP ക്ലയന്റ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഈ ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഫയലുകളെ അപ്ലോഡ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? FTP എന്ന് പറയുന്നത് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ആണ്. ഫയലുകളെ അപ്ലോഡ് ചെയ്യാൻ, അതുപോലെ ഡൗൺലോഡിങ് അപ്ലോഡിങ്ങും ടാസ്കുകളാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. ഇനി FTP തന്നെ SFTP ഉണ്ട്, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ക്ലയന്റ് സോഫ്റ്റ്വെയർ വഴിയല്ലേ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ഈ ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ അകത്ത് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ അകത്ത് കയറുന്നത്. അപ്പം ഈ യൂസർ നെയിമും പാസ്വേഡും ഒന്നും എന്താണ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ്, മീൻസ് എൻക്രിപ്റ്റ് ചെയ്യാതെ എന്താണ് ഒരു ഹാക്കറിന് വന്നാലും അയാൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ പറയുന്ന FTP സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. അപ്പം എന്തോ പറ്റുന്നത്? നമ്മുടെ ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഹാക്ക് ചെയ്യപ്പെടാം അല്ലെ? സോ നമുക്ക് കുറച്ചും കൂടി സെക്യൂർ ആയിട്ട് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വളരെ സെക്യൂർഡ് ആയിട്ട്
വെച്ച് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ, അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും ചോർന്നു പോവാതെ സെക്യൂർ ട്രാൻസ്മിഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന FTPയുടെ തന്നെ അഡ്വാൻസ്ഡ് എൻക്രിപ്റ്റഡ് ഫോമാണ് SFTP, സെക്യൂർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയും. അതായത് SSH എന്ന് പറഞ്ഞ സെക്യൂർ ഷെൽ എന്ന് പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്ത് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത്. SSL TLS എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാം, വരുന്നുണ്ട് പ്രോട്ടോകോൾസ്. അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് FTP അവർ സെക്യൂർ ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ SFTP ആണെങ്കിൽ ഫയൽ ട്രാൻസ്മിഷൻ, സെക്യൂർ ട്രാൻസ്മിഷൻ ആയിരിക്കും. അവിടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും, കോഡ് രൂപത്തിലായിരിക്കും പോകുന്നത്. അപ്പം അധികം എന്താണ് ഹാക്കിങ്ങും കാര്യങ്ങളും ഒന്നും അവിടെ വരത്തില്ല. നെക്സ്റ്റ് പ്രോട്ടോകോൾ ആണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് TCP/IP, പിന്നെ UDP പറഞ്ഞു, FTP പറഞ്ഞു. നെക്സ്റ്റ് ഒരു പ്രോട്ടോകോൾ ആണ് SMTP, സിംഗിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പേര് തന്നെ ഉണ്ടല്ലേ, മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇത് മെയിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ലോക്കൽ ഹോസ്റ്റും റിമോട്ട് ഹോസ്റ്റും തമ്മിൽ മെയിലുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. പോർട്ട് നമ്പർ 25. ഇതാണ് ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന് ചോദിച്ചൊരു പോർട്ട് നമ്പർ ആണ്. പോർട്ട് നമ്പർ 25 ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ. പിന്നെ മെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇമെയിൽ സെൻഡിങ് റിസീവിങ്ങിന് ഒക്കെ സഹായിക്കുന്ന പ്രോട്ടോകോൾസ് ആണ് IMAP, ഇന്റർനെറ്റ്. ഇതിന്റെ എല്ലാ ഫുൾ ഫോമും പോർട്ട് നമ്പറും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഇന്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾ പോർട്ട് നമ്പർ 143, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 2 പോർട്ട് നമ്പർ 109, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ വേർഷൻ 3 പോർട്ട് നമ്പർ 110. ഓക്കെ. പിന്നെ ഇൻബോക്സിലോട്ട് മെയിലുകൾ റിസീവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ഒക്കെ. ഓക്കെ. ഇനി ഇവര് ഇമെയിൽ ട്രാൻസ്മിഷൻ വളരെ സെക്യൂർ ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് ഇമെയിൽ ട്രാൻസ്മിഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 993 ആണ്. ഓക്കെ. SSL, സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് ഇമെയിൽ ട്രാൻസ്മിഷൻ ചെയ്യുവാണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 993 ആണ്. അപ്പം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൽ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിന്റെ പോർട്ട് നമ്പർ 25 ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ IMAP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോളിന്റെ വേർഷൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിന്റെ പോർട്ട് നമ്പേഴ്സ് ഓർത്ത് വെക്കുക. ഓക്കെ.